ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിച്ചോസ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോൾട്ടേജ് ലോ, കറണ്ട് ലോ, അതെങ്ങനെ ഒരു സർക്യൂട്ടിനകത്ത് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, കണ്ടിട്ട് മസ്റ്റായിട്ട് കാണണം, എന്നിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഒരു കാര്യവും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +2 ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. ഈ ഭാഗത്ത് നിന്ന് എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും സെഷനിൽ 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്കാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. അപ്പോൾ എന്താണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ അതൊരു സർക്യൂട്ടാണ്. ആ സർക്യൂട്ടിൻ്റെ അകത്ത് 4 റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. അതിൽ ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് അൺനോൺ ആയിരിക്കും. എന്നിട്ട് ആ അൺനോൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. ആ ഡിവൈസിനെ അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ സർക്യൂട്ട് used to measure unknown resistance by resistances by comparing non റെസിസ്റ്റൻസസ് എന്ന് വെച്ചാൽ ഇത് സർക്യൂട്ടാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ്. എങ്ങനെ, കമ്പയറിങ് നോൺ റെസിസ്റ്റൻസുകൾ ഉപയോഗിച്ച് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു സർക്യൂട്ടിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മളൊരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷനിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, P/Q = R/S ആണ്. ഈ പിയും ക്യൂവും ആറും എസും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന റെസിസ്റ്ററുകളാണ്. ഇതിൽ ഒരു റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസ് ആണ്. ഇതിൽ ഒരു റെസിസ്റ്റൻസ് എന്തായിരിക്കും, അൺനോൺ ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എക്സാമിന് പഠിക്കുമ്പോൾ ആ സർക്യൂട്ടാണ് വരച്ച് പഠിക്കേണ്ടത്. ആ സർക്യൂട്ട് വരച്ച ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ ഡെറിവേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് മായ്ക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക. ഇപ്പോൾ ഈ സർക്യൂട്ട് ഇങ്ങനെ ഉണ്ടാവുക, 4 റെസിസ്റ്റർ ഉണ്ടാവും. ഒന്ന് ഇങ്ങനെ ഉണ്ടാവും, ഒന്ന്, പിന്നെ ഒരു റെസിസ്റ്റർ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ഒരു റെസിസ്റ്റർ ഇങ്ങനെ ഉണ്ടാവും, ഒരു റെസിസ്റ്റർ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് പേര് വിളിക്കുകയാണ്. ഇത് P, ഇത് Q, ഇത് R, ഇത് S. അപ്പോൾ ഈ പിയും ക്യൂവും ആറും എസ് ഒക്കെ എന്താണ്, റെസിസ്റ്റേഴ്സ് ആണ്. ഇതിൽ ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും, അൺനോൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതാം P, Q, R, S are റെസിസ്റ്റേഴ്സ്. പിന്നെ ഈ സർക്യൂട്ടിനകത്ത് ഒരു ഗാൽവനോമീറ്റർ ഉണ്ടാവും. ഇതാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ G എന്താണ്, ഗാൽവനോമീറ്റർ. ഓക്കെ അല്ലേ? ഇനി ഈ ഗാൽവനോമീറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ആണ് H. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് H, റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സർക്യൂട്ടിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്ത്, എങ്ങനെ ഒരു ബാറ്ററി ഉണ്ടാവും എന്ന് ചോദിച്ചോ. അതാണ് ബാറ്ററി. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ, പിന്നെ ഒരു ഇതുണ്ടാവും, ഒരു എന്താ പറയുക, ഒരു സെല്ല് ഇതാണ്, പിന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും ഓൺ ഓഫ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മളെ സർക്യൂട്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ നേരത്തെ പറഞ്ഞ P/Q = R/S എന്നുള്ള ഡെറിവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ബാറ്ററി എടുക്കുകയാണ്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിങ്ങൾക്കറിയാം, ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ എങ്ങനെയാണ്, പോസിറ്റീവ് ടു നെഗറ്റീവാണ്. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് തുടങ്ങുന്ന സമയത്ത് I എന്ന കറണ്ട് ഇവിടുന്ന് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് I എന്ന കറണ്ട് ഇവിടെ എത്തും. അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ ആയിക്കഴിഞ്ഞാൽ, ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 2 സ്പ്ലിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ Iലുള്ള ഒരു ഭാഗം കറണ്ട് ഇങ്ങോട്ട് പോകും, ഒരു ഭാഗം കറണ്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ I പോകണ I1 കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത് വിചാരിച്ചോ, I2 കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. I എന്നുള്ള കറണ്ട് ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ആ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അതിൽ ഒരു ഭാഗം I1 ഇങ്ങോട്ട് പോയി, I2 ഇങ്ങോട്ട് പോയി. ഓക്കെ ആണോ? ഇനി ഈ I1 ഇവിടെ എത്തി, ഈ ജംഗ്ഷൻ, ഇതൊരു ജംഗ്ഷനാണ്, I1 ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തുമ്പോഴൊക്കെ I1 ആണ്. എന്നിട്ട് ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് ഈ I എന്ത് ചെയ്യാണ്, I1 എന്ത് ചെയ്യണം, വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. കാരണം ഇവിടെ വീണ്ടും 2 വയറുണ്ട്,
അല്ലേ? അപ്പോൾ അതിലൊരു ഭാഗം ഇങ്ങോട്ട് പോവാണ്, അത് I3 ആണെന്ന് വിചാരിച്ചു. പിന്നെ അതിലൊരു ഭാഗം ഇങ്ങോട്ട് പോവാണ്, അതിനെ IG എന്ന് വിളിക്കുകയാണ്. കാരണം ഗാലനോമീറ്റർ ഉള്ള സർക്യൂട്ട് ആയതുകൊണ്ട് ഞാൻ അതിനെ IG എന്ന് വിളിക്കുകയാണ്. ഈ ഗാലനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് H ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഈ IG ഇങ്ങോട്ട് എത്തി, ഇവിടെ എത്തി. ഈ I3 നേരെ ഇങ്ങോട്ട് എത്തും. ഇനി ഇവിടെ നോക്ക്, ഈ I2ന്റെ കാര്യം നോക്ക്. ഈ I2 ഇവിടുന്ന് നേരെ ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, IG ഇങ്ങോട്ട് വരുന്നുണ്ട്, I2 ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ I2വും IG എന്ത് ചെയ്യും? ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ആവും. എന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു കറണ്ട് ആയിട്ടാണ് എന്ത് പോവുക. അതിന് ഞാൻ എന്ത് വിളിക്കുകയാണ്? I4 എന്ന് വിളിക്കുകയാണ്. I4. അപ്പോൾ ഇതൊക്കെ IG ആണ്. ഇവിടെ എത്തുമ്പോൾ IG ഉണ്ടാവും, ഇവിടെ എത്തുമ്പോൾ I2 ഉണ്ടാവും. പിന്നെ I4 ഇവിടെ എത്തി, പിന്നെ I3 ഇവിടെ എത്തി. I3യും I4ഉം ഇവിടെ കമ്പൈൻ ആയിട്ട് I ആയിട്ട് എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ട് പോകും. ഇതാണ് ഇതിൻ്റെ എന്ത് കറണ്ടിൻ്റെ ഫ്ലോ. ഇത്രയും അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ജംഗ്ഷനുകൾക്കൊക്കെ ഓരോ പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്, ഇത് D ആണ്. അപ്പോൾ ഇത് A, ഇത് B, ഇത് C, ഇത് D. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ക്രിച്ചോഫ്സ് ലോസ് ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ 2 ജംഗ്ഷൻ എടുക്കുകയാണ്. ഇതൊരു ജംഗ്ഷനാണ് B എന്ന ജംഗ്ഷൻ, ഇതൊരു ജംഗ്ഷനാണ് D എന്ന ജംഗ്ഷൻ. കണ്ടോ, കറണ്ടുകൾ വന്നും പോകുന്നത്, കറണ്ടുകളും വയറുകളൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് എന്ത് ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ 2 ജംഗ്ഷനിലും നമ്മൾ എന്ത് ചെയ്യാണ്? ക്രിച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുമ്പോഴാണ്. എന്താണ് ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്ന് വെച്ചാൽ കറണ്ട് എൻ്ററിംഗ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ. അപ്പോൾ ഞാൻ എഴുതാണ് അപ്ലൈ ക്രിച്ചോഫ്സ് current law in junction B and D. ബിയിലും ഡിയിലും ഞാൻ എന്ത് ചെയ്യാണ്? ക്രിച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബിയും ഡിയും നോക്കുകയാണ്. അപ്പോൾ ബിയും ഡിയും നോക്കിയ സമയത്ത് നമുക്ക് ആദ്യം ബി നോക്കാം. ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 2 ഈ I1 ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, പിന്നെ I3യും IG-യും ലീവ് ചെയ്യുന്നുണ്ട് അല്ലേ? I1 എൻ്റർ ചെയ്യുന്നുണ്ട്, I3യും IG എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് കറണ്ട് എൻ്ററിംഗ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I1 ഈസ് ഈക്വൽ ടു I3 പ്ലസ് IG എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ എന്തിൽ അപ്ലൈ ചെയ്തു? നമ്മൾ ജംഗ്ഷൻ ബിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ജംഗ്ഷൻ ഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. ജംഗ്ഷൻ ഡിയിൽ അപ്പോൾ D എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ഏതൊക്കെയാണ്? I2വും IG ആണ് എൻ്റർ ചെയ്യുന്നത്, I4 ലീവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I2 പ്ലസ് IG ആണ് എൻ്റർ ചെയ്യണത്, ലീവ് ചെയ്യണത് I4 ആണ്. I4 ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്രിച്ചോഫ്സ് കറണ്ട് ലോ 2 ജംഗ്ഷനിൽ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ സർക്യൂട്ടിനകത്ത് 2 ലൂപ്പ് എടുക്കണം. ഒരു ലൂപ്പ് ABDAയും അതേപോലെ തന്നെ ഒരു ലൂപ്പ് BCDBയും. അങ്ങനെ 2 ലൂപ്പ് എടുത്തു. ആ 2 ലൂപ്പിൽ നമ്മൾ എന്ത് കൊടുത്തു? വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കും. ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലത്തെ നേരത്തെ ആ ഒരു പരിപാടിയിലേക്ക് നമ്മൾ എത്തും. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ അടുത്ത് എഴുതാൻ പോവാണ് അപ്ലൈയിങ് വോൾട്ടേജ് ലോ ഇൻ എവിടെയാണ്? ABDA വോൾട്ടേജ് ലോ. എന്താണ് വോൾട്ടേജ് ലോ? ഒരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ലൂപ്പിൻ്റെ അകത്തുള്ള ആകെ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂപ്പിൻ്റെ അകത്തുള്ള ഓരോ കോമ്പണൻസിലെയും കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റുകളുടെ സമ്മാണ്. അതാണ് നമ്മുടെ എന്ത്? വോൾട്ടേജ് ലോ. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ലൂപ്പാണ് നമ്മൾ എടുത്തത്, ABDA. അപ്പോൾ ഈ ലൂപ്പിൻ്റെ അകത്ത് ഒരു EMF ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 0 ഈക്വൽ ടു എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, നമ്മൾ ലൂപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ ലൂപ്പിൽ സഞ്ചരിക്കുന്ന ദിശ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ മോസ്റ്റ് പ്രോബബ്ലി കറണ്ട് ഇങ്ങനെയാണ് പോകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുക. നമുക്ക് ഏതും എടുക്കാം. ഞാൻ ക്ലോക്ക് വൈസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ കറണ്ടും നമ്മൾ ചൂസ് ചെയ്ത ലൂപ്പിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? പോസിറ്റീവ് എടുക്കണം. ഇപ്പോൾ I1P. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു I1P. അപ്പോൾ അത് അവിടെ പിന്നെ ഇവിടെ എത്തിയപ്പോൾ നേരെ ഇങ്ങോട്ടാണ് വന്ന്. ഇപ്പോൾ നമ്മൾ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് H ആണ്, ഇത് IG ആണ്. അപ്പോൾ അടുത്തുണ്ടാവും പോസിറ്റീവ് ആണ്, പ്ലസ് IGH. ഓക്കെ അല്ലേ?
റെഡി അല്ലേ? പിന്നെ നേരെ ഇവിടെ എത്തുന്ന സമയത്ത് ഈ ജംഗ്ഷനിലെത്തിയപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, നമ്മൾ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, കറണ്ട് ഇങ്ങോട്ട്, അപ്പോൾ ഓപ്പോസിറ്റാണ് നെഗറ്റീവ് എടുക്കുക. അപ്പോൾ എന്താ വരിക? ഇവിടെ നെഗറ്റീവാണ്, അപ്പോൾ -I2R എന്ന് വരും. -I2R. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ I2R ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്താ വരിക? പ്ലസ് ആവും. അപ്പോൾ I2R ഈസ് ഈക്വൽ ടു പിന്നെ I1P പ്ലസ് IGH. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. റെഡി അല്ലേ? അപ്പോൾ അതായി നമ്മൾ എന്തിൽ അപ്ലൈ ചെയ്തു? ABDAയിൽ വോൾട്ടേജിൽ അപ്ലൈ ചെയ്തു, ആ ലൂപ്പിൽ. ഇനി നമ്മൾ അടുത്ത് ഈ ലൂപ്പാണ് എടുക്കുന്നത്, BCDB. അതിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈയിങ് വോൾട്ടേജ് ലോ ഇൻ ലൂപ്പ്. ഏതാണ് ലൂപ്പ്? BCDB. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഇതേ ഡയറക്ഷൻ തന്നെയാണ് മൂവ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് തന്നെയാണ്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം, ക്ലോക്ക് വൈസ്. ഓക്കെ, ഇത് നമ്മളും ക്ലോക്ക് വൈസ്, ഇതും ക്ലോക്ക് വൈസ് ആണ്, അത് ഓർത്തിരിക്കണം, അതും ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇങ്ങനെ ഇട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, കറണ്ടിൻ്റെ ദിശ ഇങ്ങോട്ടാണ്, നമ്മൾ സഞ്ചരിക്കുന്ന ദിശ ഇങ്ങോട്ടാണ്, അപ്പോൾ പോസിറ്റീവാണ്. ഇവിടെ ഈ ലൂപ്പിൻ്റെ അകത്ത് എന്തില്ല? EMF ഒന്നുമില്ല, അപ്പോൾ 0. അപ്പോൾ 0 ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ടിൻ്റെ ദിശ ഇങ്ങോട്ടാണ്, വോൾട്ടേജിൻ്റെ ദിശ ഇങ്ങോട്ടാണ്, അല്ല കറണ്ടിൻ്റെ ദിശ ഇങ്ങോട്ടാണ്, ലൂപ്പിൻ്റെ ദിശ നമ്മൾ സെയിം ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് എടുക്കുക. അപ്പോൾ എന്താ? I3Q പ്ലസ് ആണോ മൈനസ് ഒന്നും അറിയില്ല. ഇവിടെ നേരെ ഇവിടെ എത്തി, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്, കറണ്ട് അങ്ങോട്ടും നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത്, അപ്പോൾ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്താ വരിക? -I4S. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ എത്തി, ഇനി ഇവിടെ നേരെ മുകളിലേക്കാണ് പോകുന്നത്, നമ്മളിങ്ങനെ കയറി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴെയാണ്, നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്, ലൂപ്പിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ മൈനസ് വരിക. അപ്പോൾ IGH. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. അല്ല, 4 ഒന്നും എടുക്കണ്ട, നമുക്ക് എന്ത് ചെയ്തതിന് അപ്പുറത്ത് കൊണ്ടുവരാം, മൈനസുകൾ രണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാം. I3 ഇപ്പോൾ എങ്ങനെ വരും? I4S പ്ലസ് IGH ഈസ് ഈക്വൽ ടു I3Q. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് അൺനോൺ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ബാക്കി മൊത്തം നോൺ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അൺനോൺ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് അവിടെ നിൽക്കട്ടെ, ഈ നോൺ റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ നമുക്ക് P ആണ് അൺനോൺ എന്ന് വിചാരിച്ചു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ Qയും Rഉം Sഉം ഇതെന്താണ്? നോൺ ആണെന്ന് വിചാരിച്ചോ? പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ നോൺ മാത്രമല്ല, അത് വേരിയബിളും കൂടിയാണ്, വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ Rഉം Qയും Sഉം അതിൻ്റെ റെസിസ്റ്റൻസുകൾ നമുക്ക് വേരി ചെയ്ത് ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു ലൂപ്പിൽ, ഈ ഒരു വയറിൽ, DB എന്ന വയറിലൂടെ കറണ്ട് ഒഴുകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ഇവിടുന്ന് I3 എത്തിയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് പോകും, ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. അത് അങ്ങോട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ, അതിനനുസരിച്ച് നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യും? ഈ 3 റെസിസ്റ്റൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യും, അത് Rഉം Qയും Sഉം അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിലൂടെ കറണ്ട് 0 ആക്കും, IG എന്താക്കും? 0 ആക്കും. ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ബാലൻസിങ് കണ്ടീഷൻ എന്നാണ് പറയാം. അപ്പോൾ ബാലൻസിങ് കണ്ടീഷൻ അക്വയർ ചെയ്യുന്നതാണ് നമ്മുടെ വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ആ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ IG = 0 ആണ്. ആ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക? IG = 0. അപ്പോൾ അതെങ്ങനെ അക്വയർ ചെയ്യുന്നത് വെച്ചാൽ, ഈ Rഉം Sഉം Qയും വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടുന്ന് I3ന്ന് I1 ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാതെ നേരെ ഇങ്ങോട്ട് പോകും. ക്ലിയർ അല്ലേ? അത് ഞാനവിടെ എഴുതുകയാണ്. അറ്റ് ബാലൻസിങ് കണ്ടീഷൻ ഓഫ് ഗാൽവനോമീറ്റർ IG = എന്താവും? 0. ഓക്കെ അല്ലേ? IG = 0. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ബാലൻസിങ് കണ്ടീഷൻ്റെ പരിപാടികൾ നമ്മൾ ഈ 4 ഇക്വേഷനും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫ്രം ഇക്വേഷൻ 4, ഫ്രം 1 and 2, ഫ്രം
1 and 2. ഇക്വേഷൻ 1 and 2 എന്താ സംഭവിക്കുക? ഐ ജി ഈക്വൽ 0 എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഐ ജി 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താവും? I1 ഈക്വൽ ടു I3 എന്നാവും. പിന്നെ I2 ഈസ് ഈക്വൽ ടു I4 എന്നാവും അല്ലേ? അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 I1 ഈക്വൽ ടു I3 എന്നാവും. പിന്നെ അതേപോലെ തന്നെ എന്താവും? I2 ഈസ് ഈക്വൽ ടു I4 എന്നാവും. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. ഇനി ഫ്രം എന്ന് കൊടുക്കണ്ട, ഇൻ കൊടുക്കുക. ഇനി അടുത്തത് ഇൻ ഇക്വേഷൻ 3 and 4. 3 and 4 എന്താ സംഭവിക്കുക? ഇവിടെ നോക്ക്, ഇതാണ് 3. ഐ ജി 0 ആയി കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും അല്ലേ? അപ്പോൾ I1P ഈസ് ഈക്വൽ ടു I2R എന്നായി അല്ലേ? അപ്പോൾ I1P ഈസ് ഈക്വൽ ടു I2R എന്നായി. റെഡി അല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. ഇനി അതേപോലെ ഇക്വേഷൻ 4 എന്താവുക? ഇവിടെ നോക്ക്, ഇത് 0 ആവും അല്ലേ? അപ്പോൾ I3Q ഈസ് ഈക്വൽ ടു I4S എന്ന് എഴുതാം അല്ലേ? ഇത് പോയി, ഐ ജി പോയി. അപ്പോൾ എന്തായി? I3Q ഈസ് ഈക്വൽ ടു എന്ത് വന്നു? I3Q ഈസ് ഈക്വൽ ടു I4S. ഇതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 5 അല്ലത് 6 7 കൊടുക്കുക. 7. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 6ഉം 7ഉം തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 6 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 7 എന്താ സംഭവിക്കുക? ഒന്ന് നോക്കിയേ, ഈ രണ്ട് വശങ്ങൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ I1P ഡിവൈഡഡ് ബൈ I3Q ഈസ് ഈക്വൽ ടു I2R ഡിവൈഡഡ് ബൈ I4S. ഇതിന് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻ 5നെ ഇക്വേഷൻ 8-നകത്ത് കൊടുക്കുക. അപ്പോൾ 5 ഇൻ ഇക്വേഷൻ 8. അപ്പോൾ ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണേ. ഓക്കെ, 5 ഇൻ ഇക്വേഷൻ 8. അപ്പോൾ ഇക്വേഷൻ 5 ഇക്വേഷൻ 8 കൊടുത്താൽ എന്താ? I1ഉം I3ഉം ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലത്ത് എനിക്ക് I1 കൊടുക്കാം. പിന്നെ I2ഉം I4ഉം ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലത്ത് എനിക്ക് I2 കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ 8 എങ്ങനെയാവും? I1P ഡിവൈഡഡ് ബൈ I1Q ഈസ് ഈക്വൽ ടു I2R ഡിവൈഡഡ് ബൈ I2S എന്ന് വിളിക്കാം. ഈ I1ഉം ക്യാൻസൽ ചെയ്യാം, I2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്താണ്? P ബൈ Q ഈസ് ഈക്വൽ ടു R ബൈ S. ഇതാണ് നിങ്ങളുടെ എന്ത്? വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ഇതിൽ നോക്ക്, ഇനി P ആണ് അൺനോൺ എങ്കിൽ ഈ Qനെങ്ങും ഉണ്ടായാലും എന്തായി? നമ്മുടെ പരിപാടി Qയും Rഉം S ഒക്കെ എന്താവും? നോൺ ആയിരിക്കും. അപ്പം ഇതാണ് എന്ത്? നമ്മുടെ ഡെറിവേഷൻ. ഇതാണ് നമ്മുടെ എന്ത്? ബാലൻസിങ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ഇതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ, ബാലൻസിങ് ഇക്വേഷൻ. ഇതാ കണ്ടീഷൻ കാണാല്, ബാലൻസിങ് ഇക്വേഷൻ ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. അപ്പോൾ ഡിറൈവ് ദ ബാലൻസിങ് ഇക്വേഷൻ ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഈ ഫിഗറും സർക്യൂട്ടും നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ അടിച്ചാലും എന്ത് ചെയ്യുക? പഠിച്ചോളാം, എഴുതി പഠിച്ചോളാം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നോട്ട് എഴുതി കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചോളുക. എക്സാം അടുക്കാറായി, സെറ്റ് ആയിക്കോളുക. അപ്പോൾ ബൈ.